ഡൊണാൾഡ് ട്രംപിന്റെ ഡെഡ് ഇക്കോണമി എന്ന പ്രസ്താവനയും തുടർന്ന് ഇന്ത്യക്കെതിരെ ചുമത്തിയ കനത്ത താരിഫുകളും നമ്മുടെ ആത്മാഭിമാനത്തിന് നേരെയുള്ള ഒരു തുറന്ന വെല്ലുവിളിയാണ്. അമേരിക്കയുടെ സമ്മർദ്ദതന്ത്രങ്ങളും താരിഫ് യുദ്ധങ്ങളും ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെങ്കിലും നമ്മൾ തലകുനിക്കാൻ തയ്യാറല്ല. ഇന്ത്യയുടെ വിദേശനയം പുരാതനമായ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഊന്നിയതും ദ്രവസന്തുലിത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതവുമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വെല്ലുവിളികൾക്ക് ഇന്ത്യ മറുപടി നൽകുന്നത് ഈ കൗടില്യൻ തത്വങ്ങളിലും ഫ്ലൂയിഡ് ബാലൻസിംഗ് സിദ്ധാന്തത്തിലും ഊന്നിയുള്ള തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ്. ഇതിനുദാഹരണമാണ് ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ദോവലിന്റെ റഷ്യൻ സന്ദർശനം. ഇതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനത്തിന്റെ സാധ്യതയും ഈ ബന്ധത്തിന്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നു. എണ്ണയിലും പ്രതിരോധത്തിലും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. മറുവശത്ത് അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടയിലും പ്രധാനമന്ത്രിയുടെ വരാനിരിക്കുന്ന ചൈന സന്ദർശനം ഒരു നിർണായക നയതന്ത്ര നീക്കമാണ്. ഇത് ചൈനയുമായുള്ള അനുരഞ്ജനമല്ല, മറിച്ച് നമ്മുടെ വിദേശനയം സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് രൂപീകരിക്കാനുള്ള ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ പ്രഖ്യാപനമാണ്. പ്രത്യേകിച്ച് ട്രംപിനെ പോലുള്ള ഭരണകൂടങ്ങൾക്ക് ഇത് വ്യക്തമായൊരു സന്ദേശം നൽകുന്നു. നമ്മൾ ആരുടെയും ആശ്രിത രാഷ്ട്രമല്ല. ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ബഹുമുഖ ലോകക്രമത്തിലെ ഒരു സ്വാധീന ശക്തിയാണ് ഇന്ത്യ. രാജ്യത്തിന്റെ അഭിമാനത്തിലും പരമാധികാരത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇത് ഒരു പുതിയ ഇന്ത്യയുടെ ഉദയമാണ്.